ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ചെറിയൊരു തൊണ്ടവേദനയുണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ S23 അൾട്ര, സാംസങ്ങിൻ്റെ S23 അൾട്ര മൊബൈല് എന്താ പറയുക, അതിൻ്റെ അടുത്ത വേർഷൻ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി ലോഞ്ച് ആയിട്ട് S24 അൾട്ര, സാംസങ് S24 അൾട്ര. അപ്പോൾ സാംസങ് S24 അൾട്രയുടെ വിശേഷവുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ S24 അൾട്ര എന്ന് പറയുമ്പോൾ നമ്മളെ S23 പോലെ തന്നെയാണ്. അതേ ഒരു ബാക്കൊക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് ഏകദേശം അതൊരു മോഡലാണ് വരുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8th Gen ചിപ്സെറ്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അതിൽ ക്യാമറയുടെ കാര്യമാണ്. ക്യാമറ എന്ന് പറയുമ്പോൾ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൻ്റെയും 12 മെഗാ പിക്സലിൻ്റെയും 10 മെഗാ പിക്സലിൻ്റെയും ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഏകദേശം 4-5 ക്യാമറയോളം വരുന്നുണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുകയാണെങ്കിൽ 30 മണിക്കൂർ വരെ ചാർജ് നിൽക്കുന്നതായിരിക്കും. അല്ല പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ 93 മണിക്കൂർ വരെ ചാർജ് ഉണ്ടായിരിക്കും. 5000 മെഗാഹെർട്സിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ആമലൻ ഡിസ്പ്ലേ ആണ്, ഡൈനാമിക് ആമലൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 4 വെറൈറ്റീസ് ഓഫ് കളേഴ്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളെ റേറ്റ് മാറുന്നത്, റേറ്റ് ഓരോന്നിനും S24 അൾട്രയ്ക്ക് തന്നെയാണ് റേറ്റ് മാറുന്നുണ്ട്. ഒന്നിന് അങ്ങനെ കുറച്ച് റേറ്റ് വേരിയേഷൻ വരുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് റേറ്റിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത്. നമ്മളെ റിയർ ക്യാമറ കൊടുത്തിരിക്കുന്നത് 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അതിന് സപ്പോർട്ടീവായിട്ടാണ് 50 മെഗാ പിക്സലിൻ്റെയും 12 മെഗാ പിക്സലിൻ്റെയും 10 മെഗാ പിക്സലിൻ്റെയും ക്യാമറ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 12 മെഗാ പിക്സലേ കൊടുത്തിട്ടുള്ളൂ. അതാണ് ഇവിടെ ക്യാമറയിൽ വരുന്ന ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാമറയിൽ വരുന്ന ഒരു ചെറിയ കാര്യം അതാണ്. പിന്നെ ബാറ്ററി 5000 മെഗാഹെർട്സേ കൊടുത്തിട്ടുള്ളൂ. 6000 മെഗാഹെർട്സ് വരെ കൊടുക്കാമായിരുന്നു. പിന്നെ സ്റ്റോറേജ് വരുന്നത് 12 GB റാമും 512 GB റോമുമാണ് വരുന്നത്. ഈ ഒരു റോമിൻ്റെയും റാമിൻ്റെയും വേരിയേഷൻ അനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു എമൗണ്ടിൽ വ്യത്യാസം വരുന്നത്. പിന്നെ പാക്കിനകത്ത് ബോക്സിനകത്ത്, അതായത് ആ ഒരു ബോക്സിനകത്ത് ഹെഡ്സെറ്റ് ഉണ്ടാകും, ഡേറ്റ കേബിൾ ഉണ്ടാകും, ടൈപ്പ് C to C ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് നല്ലതാണ്. ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. C to C കേബിളാണ് വരുന്നത്. പിന്നെ സിം എജക്റ്റ് പിൻ എല്ലാ ബോക്സുകളിലും ഉള്ളതാണ്. അതുപോലെ തന്നെ S Pen കൂടെ വരുന്നുണ്ട്. S Pen ഓക്കെ, സാംസങ് S23 ഉണ്ട്, 24 ഉണ്ട്. S Pen വരുന്നുണ്ട്. പിന്നെ പറയുന്നത് സിം ടൈപ്പ് ഡ്യുവൽ സിം ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് മെമ്മറി കാർഡൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇപ്പോഴത്തെ ന്യൂ മോഡൽസിലൊക്കെ അങ്ങനെയാണ്. ഓഡിയോ ജാക്ക് ഉണ്ട് കേട്ടോ, ഓഡിയോ ജാക്ക് ഉണ്ട്. പക്ഷെ ചില ന്യൂ മൊബൈൽസുകളിൽ ഓഡിയോ ജാക്ക് വരുന്നില്ല. പിന്നെ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ 5G ഉണ്ട്. എല്ലാത്തിലും ഇപ്പോൾ 5G ആണല്ലോ. അപ്പോൾ കളറൊക്കെ ഏകദേശം നല്ല കളറാണ്, നല്ല നല്ല കളറുകളാണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു S24ൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് AI-യുടെ പങ്ക് അതിൽ കൂടുതലാണ് കേട്ടോ. കുറച്ച് AI സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഭാഷയാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ടൊക്കെ ആക്കി തരുന്ന ഒരു ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. സർക്കിൾ സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്ജക്റ്റ് ഏതാണോ അതൊന്ന് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്ത് തരുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോട്ട് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, നോട്ടൊക്കെ എഴുതുമ്പോൾ അസിസ്റ്റിങ് സംഭവമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓരോരോ ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൻ്റെതായ അനുസരിച്ചിട്ട് ക്ലാരിറ്റിയുടെ വ്യത്യാസം വരും. പക്ഷേ ഫ്രണ്ട് ക്യാമറ അവർക്ക് ഫ്രണ്ട് ക്യാമറയിൽ കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുത്തായിരുന്നു. ഒരു 32 മെഗാ പിക്സലൊക്കെ കൊടുക്കായിരുന്നു. 12 മെഗാ പിക്സലൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ ഒരു ക്ലാരിറ്റിയും ആ ഒരു പെർഫെക്ഷനും ഒക്കെ കുറവായിരിക്കും. ഒരു 32 ഫ്രണ്ട് ക്യാമറയ്ക്ക് കൊടുക്കായിരുന്നു. ബാക്കിൽ എന്തായാലും 200, 50, 12, 10 കൊടുത്തതല്ലേ. അപ്പോൾ ക്യാമറയുടെ ഒരു കാര്യം മാത്രമാണ് വരുന്നത്. പിന്നെ ബാറ്ററി 6000 കൊടുക്കായിരുന്നു, 6000 മെഗാഹെർട്സ് ഒക്കെ കൊടുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യമാണ് വരുന്നത്. പിന്നെ ഗുഡ് എഡിറ്റിംഗ് വർക്ക്സിനൊക്കെ കിടിലമാണ്. എഡിറ്റിങ് ഗെയിമിങ് രണ്ടിനും എന്താ പറയുക, ഒരു രക്ഷയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇനി റേറ്റ് പറയാം. റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, 1,40,000 1,40,000 വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മെമ്മറിയുടെ കാപ്പാസിറ്റി അനുസരിച്ചിട്ട് റേറ്റിൽ ചേഞ്ച് വരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ളത് 1,40,000. ഓക്കെ, നമ്മളെ ഫ്ലിപ്കാർട്ടിൽ 1,40,000 വരുന്നത്. ഓരോരോ ഇതനുസരിച്ച് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് S24 അൾട്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു പെട്ടെന്ന് പറഞ്ഞതുപോലെയൊക്കെ ഇരിക്കും, പക്ഷെ ഇപ്പോഴും കുറച്ച് ഒരു ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മറക്കരുത്. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, ബൈ ബൈ.